സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നതും കാത്തിരിക്കുന്നതും ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ പോസ്റ്റിനെ ചുറ്റിപ്പറ്റി കുറേ സംശയങ്ങൾ പലരും ചോദിച്ചു. എന്താണ് അവരുടെ ജോലി, സാലറി, പ്രൊമോഷൻ, ഡിപ്പാർട്ട്മെന്റ്സ്, എന്താണ് ഈ പോസ്റ്റിന്റെ പ്രത്യേകതകൾ, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്താണ്, അങ്ങനെ കുറേ ഡൗട്ട്സ്. അതുകൊണ്ട് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും വ്യക്തമായി ക്ലിയർ ചെയ്യാം. കൂടാതെ പ്രിപ്പറേഷൻ എങ്ങനെ തുടങ്ങണമെന്ന കുറച്ച് ടിപ്സും കൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ പറയട്ടെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് നമ്മൾ പൊതുവെ വിളിക്കുന്ന അസിസ്റ്റന്റ് ആൻഡ് ഓഡിറ്റർ എന്ന ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ ഡിസംബർ 31 എത്തി. 2025 ജൂൺ ജൂലൈ മാസങ്ങളോടെ പ്രിലിംസ് പരീക്ഷയും പ്രതീക്ഷിക്കാം. ഒരു ഡിഗ്രി യോഗ്യതയിൽ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ മികച്ച സാലറിയിൽ ജോലി നേടാം എന്നത് തന്നെയാണ് ഇപ്പോൾ ഈ പോസ്റ്റിനെ കുറിച്ച് എല്ലാവരും സംസാരിക്കാനുള്ള പ്രധാന കാരണവും. ഡിഗ്രി യോഗ്യതയുള്ള ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. അതിൽ തന്നെ OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെ വയസ്സിളവിൽ 39 വരെയും SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെ വയസ്സിളവിൽ 41 വയസ്സ് വരെയുമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. PSCയുടെ സെക്രട്ടേറിയറ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാലും 6 വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഓഡിറ്റർമാരെ തെരഞ്ഞെടുക്കാൻ PSC നടത്തുന്ന ഒരു പരീക്ഷയാണിത്. അതായത് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള PSC, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ്, വിജിലൻസ് ട്രൈബ്യൂണൽ, അതുപോലെ സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ് എന്നീ 6 ഡിപ്പാർട്ട്മെന്റുകളിലേക്കാണ് ഈ ഒരൊറ്റ പരീക്ഷ വഴി നിയമനങ്ങൾ നടത്തുന്നത്. ഇത്രയേറെ ഡിപ്പാർട്ട്മെന്റുകൾ ഉൾപ്പെടുന്നത് കൊണ്ട് ഒഴിവുകളും നിയമനങ്ങളും അതനുസരിച്ച് കൂടും. ഒരുപാട് പേർക്ക് സെലക്ഷൻ കിട്ടാനുള്ള അവസരവും ഉണ്ടാകും. പിന്നെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് മാത്രമല്ല, ബൈ ട്രാൻസ്ഫർ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിലവിൽ മറ്റ് സർക്കാർ പോസ്റ്റുകളിൽ ഇരിക്കുന്നവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനാവും. അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. 18 മുതൽ 40 വയസ്സുവരെയാണ് ബൈ ട്രാൻസ്ഫർ സെക്ഷനിൽ അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി. 39,300 രൂപ മുതൽ 83,000 വരെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിന്റെ സാലറി സ്കെയിൽ വരുന്നത്. അലവൻസ് എല്ലാം ചേർത്ത് 46,767 രൂപ ശമ്പളത്തിൽ നിങ്ങൾക്ക് ജോലി തുടങ്ങാനാവും. ഡിയർനെസ് അലവൻസ്, ഹൗസ് റെന്റ് അലവൻസ്, മെഡിക്കൽ അലവൻസ്, പെൻഷൻ ബെനിഫിറ്റ്സ്, ഇയർലി ഇൻക്രിമെന്റ് പോലുള്ള എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും ഈ പോസ്റ്റിലുമുണ്ട്. മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ പോസ്റ്റിന്റെ പ്രൊമോഷൻ സാധ്യത. ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിലും കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലും പോസ്റ്റിംഗ് കിട്ടുന്നവരുടെ പ്രൊമോഷൻ അസിസ്റ്റന്റിൽ തുടങ്ങി സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ്, അണ്ടർ സെക്രട്ടറി ഹയർ ഗ്രേഡ്, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി പോസ്റ്റുകളിലേക്ക് വരെ എത്താം. ഓരോ പോസ്റ്റിംഗിന്റെയും സാലറി സ്കെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ അസിസ്റ്റന്റിൽ തുടങ്ങുന്ന ഒരാൾക്ക് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഹയർ ഗ്രേഡ്, അണ്ടർ സെക്രട്ടറി ഹയർ ഗ്രേഡ്, ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി ടു അഡ്വക്കേറ്റ് ജനറൽ പോസ്റ്റ് വരെ പ്രൊമോഷൻ നേടാം. അതേസമയം ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ ഓഡിറ്റർ പോസ്റ്റിൽ ആരംഭിച്ച് സീനിയർ ഗ്രേഡ് ഓഡിറ്റർ, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ, അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ ഹയർ ഗ്രേഡ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഹയർ ഗ്രേഡ്, സീനിയർ ഡെപ്യൂട്ടി ഡയറക്ടർ, ജോയിന്റ് ഡയറക്ടർ പോസ്റ്റുകളിലേക്ക് വരെ നിങ്ങൾക്ക് ഉയരാം. വിജിലൻസ് ട്രൈബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസിൽ അസിസ്റ്റന്റ് തസ്തികകളിൽ നിന്ന് സീനിയർ ഗ്രേഡ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, മാനേജർ ഹയർ ഗ്രേഡ് തസ്തികകളിലേക്ക് പ്രൊമോഷൻ നേടാം. ഇനി ഈ ജോലി കിട്ടിക്കഴിഞ്ഞ് നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ക്ലറിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളാണ് ഈ പോസ്റ്റിൽ വരുന്നത്. അതായത് ഫയൽസ്, റിപ്പോർട്ട് പോലുള്ള കാര്യങ്ങൾ കൃത്യമായി ഫിൽ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ലെറ്റേഴ്സ്, ഇമെയിൽ പോലുള്ളവ ഡ്രാഫ്റ്റ് ചെയ്യുക. പിന്നെ ഡേറ്റ മാനേജ്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ഓഫീഷ്യൽസുമായുള്ള കോർഡിനേഷൻസ്, ടൈപ്പിംഗ്, പ്രിന്റിംഗ് പോലുള്ള ക്ലറിക്കൽ ടാസ്കുകൾ, പുതുതായി ഇംപ്ലിമെന്റ് ചെയ്ത പോളിസിയുടെ പ്രോഗ്രസ് സബ്മിറ്റ് ചെയ്യുക, ഇവന്റ് മാനേജ്മെന്റ്, പബ്ലിക്കുമായുള്ള ഇന്ററാക്ഷൻ സ്മൂത്ത് ആക്കുക, അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ആണ് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രധാന ജോബ് റോൾസ് എന്ന് പറയുന്നത്. ഈ പോസ്റ്റിലേക്കുള്ള സെലക്ഷൻ പ്രോസസ് നടത്തുന്നത് 3 ഘട്ടങ്ങളിലായാണ്. ഇനിഷ്യൽ സ്ക്രീനിംഗ് ടെസ്റ്റായി ഒരു പ്രിലിംസ് എക്സാം, പിന്നീട് 2 പേപ്പർ വരുന്ന മെയിൻസ് എക്സാം, ശേഷം ഫൈനൽ ഇന്റർവ്യൂവും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും. പ്രിലിംസിൽ 100 മാർക്കിന്റെ MCQ എക്സാം ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. 1 മണിക്കൂറും 15 മിനിറ്റുമാണ് ഈ എക്സാമിന്റെ ഡ്യൂറേഷൻ. ശരി ഉത്തരത്തിന് 1 മാർക്കും തെറ്റുത്തരത്തിന് 1/3 മാർക്ക് നെഗറ്റീവ് മാർക്കായി കുറയുകയും ചെയ്യും. പ്രിലിംസ് സിലബസിൽ പാതി മാർക്കും കൊണ്ടുപോകുന്നത് 3 സബ്ജക്റ്റുകളാണ്: ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് റീസണിംഗ്, മലയാളം. 50 മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന ഈ 3 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സെറ്റ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായും പ്രിലിംസ് ക്ലിയർ ചെയ്യും. ബാക്കി 50 മാർക്ക് ചോദ്യങ്ങൾ വരുന്ന സബ്ജക്റ്റുകൾ ഇവയാണ്: ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, സയൻസ് ആൻഡ് ടെക്നോളജി, ഒപ്പം ഈ വിഷയങ്ങളോട് ചേർന്ന് വരുന്ന ആനുകാലിക സംഭവങ്ങളും. മെയിൻസിൽ 100 മാർക്കിന്റെ 2 പരീക്ഷകളിലായി മൊത്തം 200 മാർക്കിന് മാറ്റിവെക്കണം. ഡീറ്റെയിൽ സിലബസ് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിട്ടും, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് രജിസ്റ്റർ ചെയ്താലും മതി. ഇനി കഴിഞ്ഞ വിജ്ഞാപനത്തെക്കുറിച്ചും പരീക്ഷയെക്കുറിച്ചുമുള്ള ചില കാര്യങ്ങൾ പറയാം. സെക്രട്ടറി അസിസ്റ്റന്റ് തസ്തികയിൽ അവസാനമായി നോട്ടിഫിക്കേഷൻ വന്നത് 2021 ഏപ്രിലാണ്. അതിന്റെ കാറ്റഗറി നമ്പർ 057/2021 ആയിരുന്നു.
ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം പ്രിലിംസ് OMR എക്സാം നടന്നത് 2021 ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടാണ്. ആ പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് 47.56 ആയിരുന്നു. തുടർന്ന് 2022 ഡിസംബറിൽ മെയിൻ എക്സാം നടന്നു. കട്ട് ഓഫ് മാർക്ക് 43.67. ശേഷം 2023 ഏപ്രിൽ 12 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. ഒന്നാം റാങ്ക് നേടിയ ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് 65 മാർക്കാണ്. ഈ റാങ്ക് ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ടത് 2205 ഉദ്യോഗാർത്ഥികളാണ്. അതിൽ തന്നെ മെയിൻ ലിസ്റ്റിൽ 970 പേരും, സപ്ലി ലിസ്റ്റിൽ 1119 പേരും, പിന്നെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 116 പേരും. അറിയാമല്ലോ, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 3 വർഷമാണ്. അതിനുശേഷം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. അങ്ങനെ നോക്കുമ്പോൾ 2023 ഏപ്രിൽ 12 നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുന്നത് 2026 ഏപ്രിൽ 11 ഏപ്രിൽ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും വേണം. അതുകൊണ്ട് തന്നെ വലിയ കാലതാമസമില്ലാതെ എക്സാമും കടന്നു വരും. അപ്പോൾ എന്തായാലും പോസ്റ്റിന്റെയും എക്സാമിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായല്ലോ. ഇനി കുറച്ച് പ്രിപ്പറേഷൻ ടിപ്സ് പറഞ്ഞുതരാം. 2 ഘട്ട പരീക്ഷയും സിലബസും വാസ്റ്റ് ആയതുകൊണ്ട് സാധാരണയായി നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ സ്ട്രാറ്റജീസിന് പകരം പ്രിലിംസിലും മെയിൻസിലും ഉൾക്കൊള്ളുന്ന കോമൺ ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. ഒപ്പം ട്രൈ ടയർ ബ്രേക്ക് ഡൗൺ ടെക്നിക്സും യൂസ് ചെയ്യാം. അതായത് ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ സിലബസ് 1 by 1 കവർ ചെയ്യുന്നതിന് പകരം ഒരു മൊഡ്യൂൾ എടുത്ത് അതിന് പല ബ്രാഞ്ചസ് നൽകുക. ഡിഫിക്കൽട്ട്, മോഡറേറ്റ് ആൻഡ് ഈസി ഏരിയാസ് ആയി ഓരോ ടോപ്പിക്കിനെയും തിരിക്കുക. ശേഷം ഡിഫിക്കൽട്ട് ഏരിയാസ് ദിവസത്തിൽ ആദ്യവും ഈസി ഏരിയ അവസാനവും പഠിക്കുക. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് റൂൾ വെക്കുക. ആ 5 മിനിറ്റ് പ്രീവിയസ് ഡേ പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് റിവൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. പിന്നെ കറണ്ട് അഫേഴ്സ് ക്വിസ് ഫോമിലാക്കിയാൽ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. എൻട്രിയിൽ ഡെയിലി കറണ്ട് അഫേഴ്സ് ക്വിസുകൾ അവൈലബിൾ ആണ്. ഇതുകൂടാതെ ഗെസ് ദ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന ടെക്നിക്ക് ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ഒരു പേപ്പർ ഇടുന്ന ആളാണെങ്കിൽ എന്തെല്ലാം ട്രിക്കി ക്വസ്റ്റ്യൻസ് ആ ഒരു മൊഡ്യൂളിൽ നിന്ന് ഇടും. ഇങ്ങനെ ചിന്തിക്കുന്നത് പെട്ടെന്ന് ചോദ്യങ്ങൾ മനസ്സിലാക്കാനും ഉത്തരങ്ങൾ കണ്ടെത്താനും നിങ്ങളെ സഹായിക്കും. ഒപ്പം മുൻവർഷ ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ, മാതൃകാ ചോദ്യങ്ങൾ പരമാവധി പരിശീലിക്കുക. എൻട്രിയിൽ എല്ലാ ദിവസവും 100 മാർക്കിന്റെ മാതൃകാ പരീക്ഷ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് മുഴുവൻ സപ്പോർട്ടുമായി എൻട്രിയിലെ AI അസിസ്റ്റൻസും അധ്യാപകരുമുണ്ട്. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കമന്റ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളും സ്റ്റഡി ടിപ്സും ഷെയർ ചെയ്യൂ. ഓൾ ദി ബെസ്റ്റ്.